ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാഗവതത്തിലെ വളരെ വിശേഷപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് ഭഗവാൻ യശോദാമാതാവിനെയും നന്ദഗോപരെയും കാണുന്ന ആ ഭാഗം, ഭഗവാൻ രാധാദേവിയെയും ഗോപിമാരെയും കാണുന്ന ആ മനോഹരമായ ഭാഗം, ഭഗവാൻ മധുരയിലേക്ക് പോയതിനു ശേഷം പിന്നീട് ഇപ്പോഴാണ് അവരെ കാണുന്നത്. അതിനുശേഷം ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഒരിക്കലും ഭഗവാൻ അവരെ കണ്ടിട്ടുമില്ല. അത്രയും ഹൃദയസ്പർശിയായ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെ ആ ഭാഗം കേൾക്കണം. ഇന്ന് നമ്മൾ വളരെ വിശേഷപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഭാഗവതത്തിൽ പറയുന്നത്. ധർമ്മപുത്രരുടെ രാജസൂയ ആലോചന. ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. മയനിർമ്മിതമായ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജാതിരാജനായി ധർമ്മപുത്രർ വാഴുന്ന കാലത്ത് ഒരു ദിവസം നാരദമുനി അവിടെ എഴുന്നള്ളി ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തുന്നതിനായി ഉപദേശിക്കുന്നു. പിതാവായ പാണ്ഡുവിൻ്റെ ആഗ്രഹമനുസരിച്ചാണ് താനിത് ഉപദേശിക്കുന്നതെന്നും നാരദൻ ധർമ്മപുത്രരെ അറിയിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പ്രഭോ മഹാമുനി, സ്വർഗസ്ഥനായ പാണ്ഡുവിൻ്റെ ആഗ്രഹം സാധിപ്പിക്കേണ്ടത് പുത്രനായ എൻ്റെ കടമയാണ്. ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തുവാൻ ഞാൻ പ്രാപ്തനാണോ? അതാണ് എൻ്റെ ഒരു സംശയം. മയനിർമ്മിതമായ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാൻ രാജാവായി വാഴുവാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. കുരുരാജ്യം രണ്ടായി ഭാഗിച്ച് ഹസ്തിനപുരത്തിൽ ദുര്യോധനനും ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാനും രാജാവായി തീർന്നു. ഖാണ്ഡവ ദഹനത്തിൽ അർജുനൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി അസുരശില്പിയായ മയൻ ഈ മതിമനോഹരമായ അത്ഭുത സഭാതലം നിർമ്മിച്ചു തന്നു. അങ്ങനെയുള്ള ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് രാജസൂയം നടത്തുവാൻ എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട്. ഭഗവാൻ ദ്വാരകാപതി കൃഷ്ണനോടുകൂടി ഞാനൊന്ന് ആലോചിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപദേശം അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് അവിടുത്തേക്ക് അറിയാമല്ലോ. ഈ വിധം യുധിഷ്ഠിരൻ നാരദരോട് പറഞ്ഞു. അപ്പോൾ നാരദൻ ഇങ്ങനെ പറഞ്ഞു, ധർമ്മപുത്രനെ, അങ്ങ് വിഷമിക്കണ്ട. ദ്വാരകയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഭഗവാനോട് സർവ്വ വിവരങ്ങളും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ടയക്കാം. അതിനിടയിൽ വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് ഏർപ്പാട് ചെയ്യൂ. ഇങ്ങനെ പറഞ്ഞിട്ട് നാരദൻ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ദ്വാരകയിൽ എത്തിച്ചേർന്നു. ഭഗവാനെ കണ്ടു. മുരളീധരൻ നാരദരെ സ്വീകരിച്ചു. അനന്തരം കുശല പ്രശ്നങ്ങൾക്കിടയിൽ നാരദൻ ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഒരു ഭക്തൻ്റെ സന്ദേശവാഹകനായി ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിര മഹാരാജാവിന് സർവശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തിയാൽ കൊള്ളാമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ട്. അവിടുത്തെ അഭിപ്രായം അറിയണമെന്ന് യുധിഷ്ഠിരന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ എഴുന്നള്ളി അദ്ദേഹത്തിൻ്റെ ആശങ്ക തീർത്തു കൊടുക്കണമെന്നാണ് ഈ ഉള്ളവൻ്റെ അഭിപ്രായം. ഇതു കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ ഭാഷണം എനിക്ക് അമൃതിന് തുല്യമാണ്. ഞാൻ ഉടൻ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഭഗവാനും നാരദരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ എത്തിച്ചേർന്നു. അദ്ദേഹം ഭഗവാനെ വന്ദിച്ചു തൊഴുത് ദീനസ്വരത്തിൽ ഉണർത്തിച്ചു, പ്രഭോ കരുണാനിധി, ഞാനൊരു സന്ദേശവാഹകനായ ബ്രാഹ്മണനാണ്. ദുഷ്ടനും കശ്മലനും മഹാപാപിയുമായ മഗധാധിപൻ ജരാസന്ധൻ
അവൻ ഇഷ്ടമല്ലാത്ത രാജാക്കന്മാരെയും നാടുവാഴികളെയും മുഴുവനും നിർദ്ദയം പിടിച്ച് ചങ്ങലയിട്ട് പൂട്ടി കാരാഗൃഹത്തിലിട്ട് കഷ്ടപ്പെടുത്തുന്നു. അവരെ എല്ലാവരെയും അവൻ കൊല്ലാതെ കൊല്ലുന്നു. അവരുടെ ധനം മുഴുവനും അവൻ അപഹരിക്കുന്നു. സ്ത്രീജനങ്ങളെ അപമാനിക്കുന്നു. ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനും വേണ്ടി അവതരിച്ചിരിക്കുന്ന അവിടുന്ന് ആ ദുഷ്ടന്റെ കഠോര പ്രവർത്തികൾ ഒന്നും അറിയുന്നില്ലെന്നാണോ ഈയുള്ളവൻ ധരിക്കേണ്ടത്? ആ സാധു ഭൂപതികൾ എണ്ണത്തിൽ 20,000 മുകളിൽ വരും. നിത്യവും എന്നോണം പലരും കാരാഗൃഹത്തിൽ കിടന്ന് നരകിച്ച് മരിക്കുന്നുണ്ട്. ദുഷ്ടരാജാക്കന്മാരും പ്രബലന്മാരുമായ ദുര്യോധനൻ, ശിശുപാലൻ, ദന്താവക്ത്രൻ തുടങ്ങിയവരെല്ലാവരും അവൻ്റെ സുഹൃത്തുക്കളാണ്. കാരാഗൃഹത്തിൽ കിടന്നു വലയുന്ന ആ സാധു രാജാക്കന്മാർ തങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നതായി അവിടുത്തെ ധരിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരും കൂടി ആലോചിച്ച് എന്നെ ഒരു രഹസ്യദൂതനായി ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ആ ബ്രാഹ്മണൻ ഭഗവാനോട് പറയുകയാണ്. അല്പസമയം ആലോചിച്ചതിനു ശേഷം ഭഗവാൻ ഇങ്ങനെ കൽപ്പിച്ചു: ആട്ടെ ബ്രാഹ്മണ, പോയിക്കൊള്ളുക. കഴിയുന്നതും വേഗം ഞാൻ അവരെ മോചിപ്പിക്കാം. ഇക്കാര്യം അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കൂ. അങ്ങനെ ബ്രാഹ്മണൻ മടങ്ങുന്നു. ബ്രാഹ്മണൻ പോയതിനു ശേഷം നാരദരെ നോക്കി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു: അങ്ങ് യുധിഷ്ഠിരനെ ചെന്ന് കണ്ട് സമാധാനിപ്പിക്കൂ. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നാരദരും ബ്രാഹ്മണനും പോയതിനു ശേഷം നന്ദാത്മജൻ മന്ദഹസിച്ചുകൊണ്ട് അടുത്തു നിന്നിരുന്ന ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു: നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജരാസന്ധനെ വധിക്കുകയോ രാജസൂയം സംബന്ധിച്ചുള്ള ആലോചനയ്ക്ക് യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പോവുകയോ എന്താണ് ചെയ്യേണ്ടത്? ഉദ്ധവർ ബുദ്ധിമാനാണ്, ഭഗവാന്റെ മന്ത്രിയാണ്. ജന്മാന്തരത്തിൽ വിഷ്ണുഭക്തനായ ഒരു പശുവായിരുന്നു അദ്ദേഹം. പശുക്കൾ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ വിഷ്ണു സായുജ്യം ലഭിക്കുവാൻ വേണ്ടി ഉദ്ധവർ ഭഗവാനെ പ്രത്യേകം പൂജിച്ച് തപോനിഷ്ഠ ആചരിച്ചു. അതിൻ്റെ ഫലമായി ഏറ്റവും വലിയ കൃഷ്ണഭക്തനും ഏറ്റവും വലിയ കൃഷ്ണബന്ധുവുമായി യദുവംശത്തിൽ അദ്ദേഹം പിറന്നു. ദേവാചാര്യനായ ബൃഹസ്പതിയിൽ നിന്നും അദ്ദേഹം നീതിശാസ്ത്രങ്ങൾ പഠിച്ചു. അങ്ങനെ നീതിബോധമുള്ള സർവോപരി ഭക്തിയുള്ള ഒരു മന്ത്രിയായതുകൊണ്ടാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. ഉദ്ധവർ മറുപടി പറഞ്ഞു: രണ്ടും ഒന്നിച്ചു നടക്കേണ്ടതാണ്. അത് നടക്കുക തന്നെ ചെയ്യും. അതിന് ഇങ്ങനെ ചെയ്താൽ മതി. രാജസൂയത്തിൻ്റെ 1-ാം ഘട്ടമായ ദിഗ്വിജയം നടത്തുമ്പോൾ ജരാസന്ധൻ എന്തായാലും എതിർക്കാതിരിക്കില്ല. അപ്പോൾ അവനെ വധിക്കുവാനുള്ള അവസരം സിദ്ധിക്കും. അതല്ലാതെ യാതൊരു കാരണവും കൂടാതെ ആദ്യമായി അവനെ നിഗ്രഹിക്കാൻ പുറപ്പെടുന്നത് നീതിയായിരിക്കുകയില്ല. യാഗം നടക്കുകയും വേണം, മഗധൻ മരിക്കുകയും വേണം. രണ്ടും ഒന്നിച്ചു തന്നെ നടക്കും. ബ്രാഹ്മണ വേഷത്തിൽ അങ്ങും ഭീമനും കൂടി അവൻ്റെ മുമ്പിൽ ചെല്ലണം. ബ്രാഹ്മണരായതുകൊണ്ട് ചോദിക്കുന്നത് അവൻ തരാൻ മടിക്കുകയില്ല. ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെടണം. ആ ദ്വന്ദ്വയുദ്ധത്തിൽ മാരുതപുത്രൻ മഗധനെ വധിക്കും, സംശയമില്ല. നൃപതി കുലതിലകമായ ധർമാത്മജന്റെ യാഗം യാതൊരു വിഘ്നവും കൂടാതെ അങ്ങനെ മംഗളമായി നടക്കുകയും ചെയ്യും. ആയതിനാൽ അങ്ങ് രാജസൂയത്തിനു വേണ്ടി ഉടൻ തന്നെ യുധിഷ്ഠിരന്റെ അടുത്തേക്ക് പുറപ്പെട്ടുകൊള്ളുക. അങ്ങനെ ഉദ്ധവരുടെ ബുദ്ധിപൂർവകമായ ഉപദേശം ഭഗവാൻ സ്വീകരിച്ചു. അടുത്ത ദിവസം തന്നെ എല്ലാവരോടും യാത്രയും ചൊല്ലി ഭഗവാൻ ഏകനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിച്ചു. വസുദേവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ധർമ്മപുത്രരും സഹോദരന്മാരും അദ്ദേഹത്തെ ആദരപൂർവം എതിരേറ്റ് സ്വീകരിച്ചു.
ദ്വാരകയിൽ നിന്നും കൃഷ്ണൻ എഴുന്നള്ളിയിട്ടുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാൻ പുരവാസികളും തടിച്ചുകൂടി. മയനിർമ്മിതമായ സഭാതലത്തിൽ അനുജന്മാരോടും മന്ത്രിമാരോടും ബന്ധുമിത്രാദികളോടും ഉത്തമ പൗരവൃന്ദങ്ങളോടും ബ്രാഹ്മണരോടും കൂടി യുധിഷ്ഠിരൻ ഭഗവാനെ പൂജിച്ച് ഉന്നതമായ സ്ഥാനത്ത് ഇരുത്തി. എന്നിട്ട് തൻ്റെ അഭിലാഷം അറിയിച്ചു. രാജസൂയം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രൗഢിയും പ്രതാപവും കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പുണ്യത്തിനു വേണ്ടിയിട്ടാണ്. കൂടാതെ പിതാവിൻ്റെ സായുജ്യ സൽക്കൃതിക്കും അത് കാരണമായി തീരും. അങ്ങയുടെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം ഭംഗിയായി നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പീതാംബരൻ ഇങ്ങനെ പറഞ്ഞു: യുധിഷ്ഠിര, അങ്ങ് എന്തിനിത്ര വളരെ ചിന്തിച്ച് ചഞ്ചല ചിത്തനാകുന്നു? ഒട്ടും അധൈര്യം വേണ്ട. യാഗം നടത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊള്ളുക. എൻ്റെ സഹായം എപ്പോഴും അങ്ങേക്കുണ്ടായിരിക്കും. യാഗം ആരംഭിക്കുന്നതിന് മുമ്പ് ദിഗ്വിജയം നടത്തണമല്ലോ. അതിനായി പടയോടുകൂടി വടക്കോട്ട് വിജയനും കിഴക്കോട്ട് ഭീമനും തെക്കോട്ട് സഹദേവനും പടിഞ്ഞാറോട്ട് നകുലനും പോകട്ടെ. എല്ലാ രാജാക്കന്മാരും അങ്ങേക്ക് കീഴ്വഴങ്ങി കപ്പം നൽകും. പക്ഷേ മഗധരാജനായ ജരാസന്ധൻ മാത്രം എതിർക്കും. ആയതിനാൽ യാഗത്തിനു മുമ്പ് അവനെ വധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രബലനും ശക്തനുമാണവൻ. 23 അക്ഷൗണി പടയോടും കൂടി 17 തവണ അവൻ എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ളവനാണ്. മഗധ രാജാവായിരുന്ന ബൃഹദ്രഥന് ചണ്ഡി കൗശികൻ എന്ന മുനിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരിലും കൂടി പാതി പാതി ജനിച്ചവനാണവൻ. ജരയെന്ന യക്ഷിയാണ് അവൻ്റെ അർദ്ധശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. അതുകൊണ്ടാണ് അവൻ ജരാസന്ധനായത്. അവനെ കൊല്ലുവാൻ സാധാരണക്കാരെ കൊണ്ട് സാധ്യമല്ല. അവനെ വധിക്കേണ്ടവൻ വായുപുത്രനായ ഭീമനാണ്. അതിനുവേണ്ടി ഞാനും അർജുനനും ഭീമനും കൂടി അവൻ്റെ അടുക്കൽ പോയി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. അതിനുശേഷം ദിഗ്വിജയത്തിന് അവർ പുറപ്പെട്ടാൽ മതിയാകും. അതനുസരിച്ച് മാധവനും മാരുതിയും ഇന്ദ്രപുത്രനും 3 പേരും 3 മഹീസുരന്മാരുടെ വേഷം ധരിച്ച് മഗധയിലേക്ക് പുറപ്പെട്ടു. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് ജരാസന്ധവധം വിശദമായി പഠിക്കാം. ഇന്നത്തെ കഥാഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.